വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കരിമീൻ കറിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കപ്പയുമാണ്. അപ്പോൾ നമുക്ക് കണ്ടു. അപ്പോൾ ഞാൻ കരിമീനൊക്കെ കഴുകി വൃത്തിയാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിതിനകത്ത് ഈ ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും ഈ ചെറിയ പീസ് ഇഞ്ചിയും കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഈ പച്ചമുളകും സവാളയും കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെനിക്ക് ഈ റെസിപ്പി എനിക്ക് കാണിച്ചു തന്നത് സുലോചന അമ്മയാണ്. സുലോചന അമ്മ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പം പുള്ളിക്കാരിക്ക് നന്നായിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. മീൻകറിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കും. അപ്പം പുള്ളിക്കാരിയാണ്. എനിക്ക് ഈ കറിയൊന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പം അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ ഈ കറിയൊക്കെ പഠിച്ചിട്ടുള്ളത്. അതെ, അവിടെ ഒരാൾ സ്ക്വാഷ് കലക്കി കുടിക്കണ്ട. സ്ക്വാഷ് അപ്പം നമ്മുടെ ഇപ്പോൾ ഈ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ഈ മുളക് പേസ്റ്റും എല്ലാം നമുക്ക് ഈ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ഈ കറി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. കുറേ ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട്. അവർക്കൊന്നും ഇത് അറിയത്തില്ല. പഴയ ആൾക്കാർക്കൊക്കെയാണ് ഈ കറി ഉണ്ടാക്കാൻ അറിയാം. ഇപ്പം ഇതൊക്കെ ഭയങ്കര പാടാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. ഇതൊക്കെ ഇങ്ങനെ അത് ശരിയാണ്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഈ വേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റായി ഈ കറിക്ക്. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. അമ്മായിയമ്മ റെസിപ്പി ഞങ്ങളുടെ ഈ നമ്മുടെ ഈ മുളക് നന്നായിട്ട് ഒന്ന് വഴറ്റണം കേട്ടോ, നല്ല ഭംഗിയായിട്ട് വഴറ്റണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പം അത് എനിക്കും കിട്ടിയേട്ടാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. സമയത്തൊരു വെള്ളം കിട്ടിയാൽ നല്ല. ഇത് കുടിക്കട്ടെ. ഇതിനകത്ത് പഞ്ചസാര നല്ല ടേസ്റ്റ് കേട്ടോ. അതിരിക്കട്ടെ.
അപ്പം നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി അരച്ചെടുത്ത് നന്നായിട്ട് ഇത് മൂത്തിട്ടൊടിയ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ദേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പുളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ദേ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഇപ്പം ദേ നമ്മൾ മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം മീൻ കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ദേ ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. അച്ചാമ്മ, അതായത് സുലോചനാമ്മ, എൻ്റെ അച്ഛനൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഈ കരിമീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നല്ല ടേസ്റ്റിൽ ഞാൻ ഈ കരിമീൻ കറിയൊക്കെ ഇല്ലേ, ഞങ്ങളുടെ അച്ഛനൊക്കെ വീട്ടിൽ എന്നെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് പുള്ളിക്കാരി കരിമീൻ മേടിച്ചിട്ട് കറി വെക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ കൂടുതൽ മേടിക്കുന്ന വലിയ കരിമീനൊക്കെ മേടിച്ച് കറി വെക്കും. അപ്പോഴും നല്ല ടേസ്റ്റാണെന്ന് അച്ഛൻ പറയാറുണ്ട്. നല്ല ടേസ്റ്റാണ് പുള്ളിക്കാരി. പിന്നെ ഈ കറി മീൻ ഇടുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലോണം നമ്മൾ അരപ്പ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ എടുത്തിടുകയൊന്നും ചെയ്യരുത്. അത് പുള്ളിക്കാരി എങ്ങനെയാണെന്നറിയാമോ, നല്ലോണം കറി തിളച്ച് നല്ല ഇങ്ങനെ പറ്റിയൊക്കെ വരത്തില്ലേ, ആ ഒരു സമയത്താണ് പുള്ളിക്കാരി ആ മീനൊക്കെ പെറുക്കിയിടുന്നത്. നമ്മൾ നേരത്തെ മീൻ പെറുക്കിയിടും, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം അത് എന്താണെന്നറിയോ കാരണം, മീൻ ഉടഞ്ഞു പോകത്തില്ല. ആ കരിമീൻ്റെ ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറി നല്ലോണം തിളച്ച് നല്ലൊരു മീൻ വേകാൻ മാത്രമുള്ള പാകത്തിന് മീനിട്ട് കൊടുക്കും. അങ്ങനെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിട്ടോ കറിക്ക്. ഞാൻ ഞാറൊക്കെ വീട്ടിൽ വന്നിട്ടാണ് ഈ കറികളൊക്കെ പഠിച്ചത് ഉണ്ടാക്കാനായിട്ട്. എനിക്ക് കറിയൊന്നും വെക്കാൻ അറിയത്തില്ല, പഠിപ്പിച്ചാലല്ലേ അറിയുള്ളൂ. കറി വെക്കാനൊന്നും അറിയത്തില്ല. കറി വെക്കില്ല. എൻ്റെ കറിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കണം, അവരോട് ചോദിക്കണം. എൻ്റെ കറി കഴിക്കുന്ന ആൾക്കാരനോട് ചോദിക്കണം എങ്ങനെയാണ് കറി. അപ്പം നിങ്ങൾ ഈ ഒരു കരിമീൻ കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കപ്പ നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട് ഒരു വിസിലടിക്കണം. കപ്പ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അടുപ്പത്തോട്ട് വെച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
കരിമീനൊന്നും അധികം വേവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് മീൻ നമ്മൾ വറുക്കാൻ വേണ്ടി പെരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഓരോ മീനുകൾ പെറുക്കി നമുക്ക് പോകുന്ന പൊക്കുണ്ട്. നമ്മൾ ഇന്ന് ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയും കൂടെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ പാൽക്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയാൻ പാടില്ല. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് മുളക് കറി ആയതുകൊണ്ട് നമ്മൾ ഒരു പാൽക്കപ്പയും കൂടെ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഈ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കോട്ടെ. പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പ അങ്ങാട് ഇട്ട് കൊടുക്കാം. വേണ്ട, ഈ കപ്പയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വേണ്ട, ഇനി നോക്കിയേ, ഇങ്ങോട്ട് കാണിക്കും വെച്ചേ 2 തരം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 2ാമത് പിഴിഞ്ഞെടുത്ത പാല്, ഇത് ഫസ്റ്റത്തെ പാലാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ 2ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ 2ാം പാല് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. ചുമ്മാ മുന്നിവിടെ ഈ മണമൊക്കെ എടുത്തിട്ട് മൂക്ക് ഇടിഞ്ഞു കയറും. എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എനിക്ക് തുമ്മാൻ ഇവിടെ നിന്നിട്ട് തുമ്മ വരുന്നതല്ലേ ഉള്ളു. ഒരിക്കലുണ്ട്. ഇതിലേക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കപ്പയ്ക്ക് ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം എന്നിട്ട് വെള്ളം ഊറ്റിക്കളയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പ് കുറവ് വരും. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കണ്ട, ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഈ ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വാവ്, അത്രയേ ഉള്ളൂ. ഇത് ഇനി അപ്പം തന്നെ അങ്ങ് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. പരിപാടി ഒരു കളറില്ലല്ലോ. പാൽക്കപ്പ ഞാൻ പച്ചയും മേടിക്കാം. എനിക്ക് ഇവിടെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ പരമാവധി ശ്രമിക്കും. കുറച്ച് ദൂരം പിന്നെ നമുക്ക് ഇന്നുള്ളത് കോവയ്ക്ക തോരൻ, അതുപോലെ തന്നെ പരിപ്പ് കറി വെച്ചത്, പിന്നെ മീൻ വറുത്തത്. ഇത്രയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ നമുക്കൊന്ന് കഴിച്ചിട്ട് വന്നാലോ. എന്ത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. കഴിക്കണം എനിക്ക്.
ഇങ്ങനെയൊക്കെയല്ലേ പാൽക്കപ്പ കുഴക്കുന്ന കാണിക്കും. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതെ എന്താണ് കൊള്ളാം കുഴപ്പമില്ല കഴിക്കാൻ ഇല്ല അത്ര വേണ്ട. സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആരെ നോക്കണ ഇവിടെ നോക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. താങ്ക് യു.